അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സമൂഹം, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിലൊക്കെ അവസാനിപ്പിക്കുന്നത്. അതായത് എന്തെങ്കിലും ആയത്തുകൾ കൊണ്ടുവന്നാൽ ഞങ്ങൾ റസൂലിൽ നിന്നിൽ വിശ്വസിക്കാം എന്നവർ പറയാം. അത് അവർ കുറേ ആവശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് സൂറത്തു ഇസ്രാ 90 മുതൽ നമുക്ക് അതിങ്ങനെ കാണാം. വഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ. അതായത് ഞങ്ങൾക്ക് നീ ഒരു നദി ഒഴുക്കി തരുന്നവരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഔ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. അല്ലെങ്കിൽ നിനക്ക് തന്നെ ഈത്തപ്പഴത്തിൻ്റെയോ മുന്തിരിയുടെയോ ഒരു തോട്ടമുണ്ടാവുക, എന്നിട്ട് അതിലൂടെ അങ്ങനെ പുഴകൾ ഒഴുകുക, അങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. ഔ തസ്ഖുത അസ്സമാഅ കമാ സഅംത അലൈനാ കിസഫൻ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നീ ഭീഷണിപ്പെടുത്തുന്നത് പോലെ ആകാശത്തിൻ്റെ ഒരു പീസ് ഞങ്ങളുടെ മണ്ടക്ക് വീഴ്ത്തി നീ കാണിക്കുക. അല്ലെങ്കിൽ അള്ളാഹുവിനെയും മലക്കുകളെയും ഞങ്ങളുടെ മുന്നിൽ നീ കൊണ്ടു നിർത്തി കാണിക്കുക. അതല്ലെങ്കിൽ നീ ആകാശത്തേക്ക് കയറിപ്പോവുക, എന്നിട്ട് ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം നീ കൊണ്ടുവരുന്ന, ഞങ്ങൾ കാണുക നീ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം വെച്ചിട്ടാണ് ഈ പറയുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് പറയണം, ആ സാഹചര്യം വെച്ചുകൊണ്ട് പറയാം. വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത, അവരിലേക്ക് നാം മലക്കുകളെ ഇറക്കുകയാണെങ്കിലും, വകല്ലമഹുമുൽ മൗത, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവർ തിരിച്ചു വന്ന് അവരോട് സംസാരിച്ചാലും, വഹശർനാ അലൈഹിം കുല്ല ശൈഇൻ, അവരാവശ്യപ്പെട്ട സകല സംഗതികളെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് കാണിച്ചു കൊടുത്താലും, ഖുബുലൻ, അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്താലും, ഈ പ്രയോഗമൊക്കെ മാ കാനൂലി യുമിനു എന്നാണ്. അവർ വിശ്വസിക്കില്ല എന്നല്ല, മാ കാനൂലി യുമിനു, അവർക്ക് വിശ്വസിക്കാനാവില്ല, വിശ്വസിക്കാൻ പറ്റുകയില്ല എന്നുള്ള. അതാണ് മാ കാനൂലി യുമിനു. എങ്ങനെയല്ലെങ്കിൽ അല്ലാതെ ഇല്ല അയ്യഷാ അള്ളാഹ്, അള്ളാഹു അങ്ങനെ തീരുമാനിക്കണം കൽപ്പിച്ചു കൂട്ടിയിട്ട്, എങ്കിലല്ലാതെ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ അത്ഭുതങ്ങൾ അവർ ചോദിക്കുന്നത്, ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വാസ്തവത്തിൽ അവർക്ക് റസൂലാണെന്ന് അറിയാൻ ഒരു അത്ഭുതം കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന സമൂഹം, മൂസാ നബി അലൈഹിസ്സലാം വന്ന സമൂഹം, ഈസാ നബി വന്ന സമൂഹം, ഈ സമൂഹങ്ങളൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും ഒക്കെ ധാരാളം മുഅ്ജിസത്ത് കാണിച്ചിട്ടുണ്ട്. കാരണം അവർ വന്ന സമൂഹം എന്ന് പറയുന്നത് അടിമ സമൂഹമാണ്. ആ ബനൂ ഇസ്രായേല്യർ അവർ ആ കൊപ്റ്റിക്ക് ആയി ഫറോവയുടെ അടിമകളായി കഴിഞ്ഞു വരുന്നവരാണ്. അവരിലേക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കണമെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. അവരുടെ ശ്രദ്ധ ഏറ്റവും വേഗം പിടിച്ചു പറ്റാൻ ഈ അത്ഭുതങ്ങൾ കാണിക്കണം. ഈസാ നബി അലൈഹിസ്സലാം സംഭവം എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന സമൂഹമാണ്. അതായത് ഇവരുടെയൊക്കെ ശ്രദ്ധ ഈ റസൂലിലേക്ക് പിടിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനത്തെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചാലല്ലാതെ, അതായത് മറ്റു സമൂഹങ്ങളും കൂടി ശ്രദ്ധിക്കുന്ന അത്ഭുതങ്ങളൊക്കെ കാണിച്ചാൽ മാത്രമേ ഇവർക്കും ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ. നേരെ മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമൂഹം അതല്ല. അവർ ലോക ചരിത്രത്തിൽ ഒരു കാലത്തും ആർക്കും അടിമകളായിരുന്നിട്ടില്ല. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമൂഹം ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. അവർ ഏറ്റവും സ്വതന്ത്രമായ സമൂഹങ്ങളാണ്. ഈ സ്വതന്ത്ര സമൂഹങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാർ ആരാണെങ്കിലും അവർ വല്ലാതെ ഒന്നും ഈ മുഅ്ജിസത്ത് എടുത്ത് മുഅ്ജിസത്ത് കാണിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിൻ്റെ കാര്യം ഇതാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ തന്നെ ഏറ്റവും ഉന്നത കുലജാതനാണ്. ചെറുപ്പം മുതലേ അവരുടെ ഉള്ളിൽ കിടന്ന് അവരുടെ ആളായിട്ട് ജീവിച്ച ആളാണ്. അവരുടെ ഇടയിൽ തന്നെ അൽ അമീൻ എന്ന് അവരാൽ തന്നെ വിളിക്കപ്പെട്ട ആളാണ്. അങ്ങനത്തെ ഒരു വ്യക്തി പ്രവാചകനാണെന്ന് പറയുമ്പോൾ അതിനെ വിശ്വസിക്കാൻ ഇനി അവർക്ക് മുഅ്ജിസത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഖുർആനിൽ ഈ സൂറയിൽ നമ്മൾ പഠിച്ചു പോകുന്ന ഒരു ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്ന ഒരു ജ്ഞാനമാർഗമുണ്ട്. അതിന് നമ്മൾ ഇൽമ്, ഫിഖ്ഹ്, ഈമാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു തന്നത്. അതൊക്കെ മനുഷ്യന് അള്ളാഹു കൊടുത്ത ശേഷികൾ വെച്ചിട്ടാണ് ഈ റിസാലത്തിനെയും ഒക്കെ അവർ മനസ്സിലാക്കുന്നത്.
ഇവിടെയും ഇവർ ചെയ്യേണ്ടത് അത് തന്നെയായിരുന്നു. ഒരു വിഭാഗം അവരിൽ അത് ചെയ്തിട്ടുമുണ്ട്. ഇനിയും ബാക്കിയുള്ളവർ നിൽക്കുന്നത് ഈ അത്ഭുതം ആവശ്യപ്പെട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ വിശ്വസിക്കാതിരിക്കാനുള്ള പഴുതുകൾ തേടുക. എങ്ങനെ വിശ്വസിക്കാതിരിക്കാം എന്നുള്ളതിൻ്റെ പഴുതുകൾ തേടുക. പക്ഷേ അത് അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ വയ്യല്ലോ. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഓരോ അത്ഭുതങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കാം. അത് ഈ ഗൈബായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ കാലത്തും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആളുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടാണ് റസൂലിൻ്റെ. മാത്രമല്ല അത് ഈ മറ്റു പ്രവാചകന്മാർ വന്നപ്പോഴും അവർ ഇങ്ങനെ വലിയ സംഗതികളൊക്കെ കാണിച്ചു തരാനൊക്കെ വെല്ലുവിളിച്ച് അവസാനമാണ് സാലിഹ് നബിയുടെ ഒട്ടകം അങ്ങനത്തെ ഒക്കെ വന്നിട്ട് അവരെ മുച്ചൂടും ഇല്ലാതാക്കിയത്. അപ്പോൾ അത് ഇവരുടെ ഒരു രീതി. അതുകൊണ്ടാണ് വമാ കാനൂലി യൂമിനു എന്ന് പറയുന്നത്. കാരണം അവർ മനസ്സ് നേരത്തെ തന്നെ ഇതിനെ അംഗീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിനെക്കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത് ഫീ ഖുലൂബിഹിം മറദും ഫസാദഹുമുല്ലാഹു മറദാ. കാരണം മനസ്സാണ് ഇതിനെ തീരുമാനിക്കുന്നത്. വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അടിസ്ഥാനപരമായി മനസ്സാണ്. നമ്മളെ നിർണയിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ ഹിദായത്ത് വേണോ വലാലത്ത് വേണോ എന്ന് നിർണയിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് വലാലത്തിനെ തീരുമാനിച്ചാൽ പിന്നെ അതിൽ അള്ളാഹു ഇടപെടുന്ന പരിപാടി ഇല്ല എന്നാണ്. അത് അള്ളാഹുവിൻ്റെ, അതിനെയാണ് നമ്മൾ സുന്നത്തുള്ള എന്ന് പറയുക. അപ്പം അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നാലും അവർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ്. എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചാലും അവർക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. കാരണം വിശ്വസിക്കുക അവിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു രീതിശാസ്ത്രമുണ്ട്. അള്ളാഹു വെച്ചൊരു സംഗതിയുണ്ട്. അത് അതിനെ മറികടന്നു പോവില്ല. അതിൻ്റെ പ്രധാന സംഗതി എന്ന് പറയുന്നത് നമ്മളുടെ തീരുമാനമാണ്. നമ്മൾ അതിലിടക്ക് നമ്മളുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തിട്ട് ഇതിന് നമ്മൾ പരിഗണന കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലും അത് നമ്മിലേക്ക് എത്താൻ പോകുന്നില്ല. അത് എന്ത് അത്ഭുതങ്ങൾ കണ്ടാലും അങ്ങോട്ട് എത്തില്ല. അത് അള്ളാഹു നിശ്ചയിച്ച രീതി. അതുകൊണ്ടാണ് ഇല്ലാ അയ്യഷ അള്ളാഹു എന്ന് പറയുന്നത്. അള്ളാഹു ഇനി കൽപ്പിച്ചുകൂട്ടി അങ്ങനെ തീരുമാനിക്കണം. അള്ളാഹു അങ്ങനെ തീരുമാനിക്കണ നടപടി അള്ളാഹുവിനില്ല. മനുഷ്യൻ അത് തീരുമാനിച്ച് ആ നിലപാടിൽ നിന്ന് തൗബ ചെയ്ത് വന്നാലല്ലാതെ അള്ളാഹു അത് മാറ്റില്ല. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. പക്ഷേ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഈ അത്ഭുതങ്ങൾ ചോദിച്ചവരോടല്ല പ്രധാനമായിട്ടും ഈ പറയുന്നത്. ഈ അത്ഭുതങ്ങൾ ചോദിച്ചപ്പോൾ സാധാരണ വിശ്വാസം വേണ്ടത്ര ഗ്രഹിച്ചിട്ടില്ലാത്ത വിശ്വാസികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. ആ മുസ്ലിമീങ്ങളും ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ചോദിച്ച ഈ അത്ഭുതങ്ങളെയും കാണിച്ചു കൊടുത്തിട്ടെങ്കിലും അതൊക്കെ കാണിച്ചു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ ആരും ചോദിക്കാണ്ട് തന്നെ റസൂലിൽ നിന്ന് പല അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവുന്നുമുണ്ട്. പക്ഷേ ഇവർ ചോദിച്ചത് എന്തുകൊണ്ട് കാണിച്ചു കൊടുത്തുകൂടാ എന്ന് സാധാരണ വിശ്വാസികൾ ചോദിക്കുക. നമ്മുടെ ഇടയിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ അതുകൊണ്ട് കാണിച്ചു കൊടുത്തുകൂടാ, എന്നിട്ട് വിശ്വാസികളായിക്കോട്ടെ. പക്ഷെ അങ്ങനെ കാണിച്ചു കൊടുത്ത് അത്ഭുതങ്ങൾ കാണിച്ച് വിശ്വാസികളാക്കേണ്ട ഒരാവശ്യം അള്ളാഹുവിനില്ലാന്ന്. അതാണ് വലാക്കിന്ന അക്സറഹും യജ്ഹലൂൻ. ഈ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ജഹാലത്തിലാണ്. അള്ളാഹുവിൻ്റെ ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് അവർക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. നമ്മളും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ നമുക്ക് അള്ളാഹു വെച്ച് തന്ന ശേഷികളെ കൊണ്ട് അറിഞ്ഞും ചിന്തിച്ചും പഠിച്ചും മനസ്സിലാക്കിയൊക്കെ നമ്മൾ മനഃപൂർവ്വം തീരുമാനമെടുക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാതെ അള്ള ഏതെങ്കിലും അത്ഭുതം കാണിച്ചിട്ട് നമ്മളെ വിശ്വസിപ്പിക്കുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട. ആർക്ക് വേണ്ടിയും നമ്മളങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം അള്ളാഹുവിന് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വിശ്വസിപ്പിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം നേടാനില്ല. അങ്ങനെയാണ് അള്ളാഹു തീരുമാനിച്ചതെങ്കിൽ നമ്മൾ മറ്റു ജീവജാലങ്ങളിലേക്ക് സൃഷ്ടികളിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. അതൊക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതുമാതിരി നമ്മളെയും സൃഷ്ടിക്കാൻ അള്ളാഹുവിനൊരു പണിയുമില്ല. പക്ഷേ നമ്മൾ കൃത്യമായി തീരുമാനിച്ച് ഇതിൻ്റെ ഈ മാർഗം സ്വീകരിക്കുമ്പോഴുള്ള പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്ത് അതിന് ജീവൻ വരെ കൊടുക്കേണ്ട പ്രതിബന്ധങ്ങളുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്ത് അർഹതയോടെ കയറി ചെല്ലണം. എവിടേക്ക്? അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക്. അതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഈ സിസ്റ്റം അള്ളാഹു വെച്ചിട്ടുള്ളത്. അതാണ് ഇനി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ട് മാർഗം. ഇതൊരിക്കലും വന്നിട്ട് ഒന്നായി കൂട്ടിമുട്ടില്ല. ഇത് സമാന്തരമായി പോകുന്ന രണ്ട് സംഗതികളാണ്. വകദാലിക, അതുകൊണ്ട് തന്നെ ജഅൽനാ, നാം ആക്കിയിട്ടുണ്ട്, ലി കുല്ലി നബിയിൻ, എല്ലാ നബിമാർക്കും, നബിമാർ എവിടെയൊക്കെ പ്രപഞ്ച ഭൂമിയിൽ വന്നിട്ടുണ്ടോ ആ നബിമാർക്കൊക്കെ അദുവൻ, ശത്രുക്കളെ ആക്കിയിട്ടുണ്ട്. ആരെ? ഈ ഷയാത്തീനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യരിലെയും ജിന്നുകളിലെയും
ഈ ശൈത്താന്മാർ ആ നബിമാരുടെ ശത്രുക്കളായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ നബിമാരുടെ ഫോളോ ചെയ്തവരുടെയും ശത്രുക്കളാണ് ഇവർ. അത് അള്ളാഹു തന്നെ അങ്ങനെ ആക്കിയത്, ജാലിനെ ഞാൻ ആക്കിയിട്ടുണ്ട് എന്നാണ്. അവർ വന്ന ആയതല്ല, നാം ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ സിസ്റ്റത്തിൽ പെട്ടതാണ്. നമ്മൾ ഈ സിസ്റ്റത്തെ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ ആ സിസ്റ്റവും സംഗതിയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അള്ളാഹ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കാം. യൂഹൈ ബഅദുഹും ഇലാ ബഅദിൻ, അത് അവരിൽ ചിലർ, ഈ ശൈത്താന്മാരിൽ നിന്ന് ചിലരുമായി ഒരു പ്രത്യേക സംവേദന ബന്ധമുണ്ട്. അതിനെ ഖുർആൻ ഉപയോഗിക്കുന്നത് വഹയ് എന്നുള്ള വാക്കിലാണ്. ഇത് മലക്കുകൾ റസൂലന്മാർക്ക് കൊടുക്കുന്ന വഹയല്ല, പക്ഷെ ഏതോ നിലക്ക് അതിശക്തമായ നമ്മൾ ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് ഒരു മാനസികമായി ബന്ധപ്പെടുന്ന ഒരു തലം ഈ രണ്ട് വിഭാഗവും തമ്മിലുണ്ട്. അത് ഖുർആൻ പറയുക. ഇതിനെക്കുറിച്ചിട്ട് ഇനി ഖുർആൻ ഹദീസൊക്കെ ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. നമ്മൾ അതുകൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഇത് ശരിക്കും നമുക്ക് ഒന്നുകൂടി മനസ്സിലാകുക. ഇതൊക്കെ ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്താ വെച്ചാൽ ഇതൊക്കെ ഗൈബായ കാര്യങ്ങളാണ്. ഇത് ശരിക്കും നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കി മനസ്സിലാക്കാവുന്നതോ സയൻസ് പറഞ്ഞിരുന്നോ വിവരങ്ങളല്ല. സയൻസിന് ഇപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഊഹത്തിൻ്റെ തലത്തിലൊക്കെ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ അള്ളാഹു വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി റസൂലും നമുക്കത് പഠിപ്പിച്ചിട്ടുണ്ട്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാല, അതായത് മുസ്ലിമും അഹമ്മദും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് ഉക്കില ബിഹി ഖരീനുഹു മിനൽ ജിന്നി വ ഖരീനുഹു മിനൽ മലായിക. അതായത് നിങ്ങളിൽ നിന്ന് ഓരോരുത്തരെയും മലക്കിൽ നിന്നും ജിന്നിൽ നിന്നുള്ള ഒരു കരീനിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതായത് നമ്മുടെ കൂടെ മലക്കിൽപ്പെട്ടതും ജിന്നിൽപ്പെട്ടതുമായ കരീനുകളുണ്ട്, നമ്മളോടുകൂടെ വസിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, വയ്യാക്ക യാ റസൂല, റസൂല് താങ്കൾക്കുമുണ്ടോ അങ്ങനെ? അപ്പോൾ റസൂല് പറയാണ്, വയ്യായ എനിക്കുമുണ്ട്. ഇല അന്നല്ലാഹ അആനനി അലൈഹി, പക്ഷെ അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു. ഫ അസ്ലമ, അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. അത് എൻ്റെ കരീനും ജിന്നായ കരീം. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, ഖൈറല്ലാതെ എന്നോടൊന്നും കൽപ്പിക്കുകയില്ലാതെ. അതായത് എല്ലാ മനുഷ്യർക്കുമുണ്ട്. ഇനി ഖുർആനിലുമുണ്ട്, വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. സൂറത്തുൽ സുഖ്റൂഫിലെ ഉണ്ട്. അള്ളാഹുവിൻ്റെ ഈ മാർഗം വിട്ടിട്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ, അവന് ഞാൻ ഒരു ശൈത്താനെ ഏൽപ്പിക്കും, അവനത് അവൻ്റെ ഖരീനായി മാറും. വമൻ യകുനി ശൈത്താനു ലഹു ഖരീനൻ ഫസാഅ ഖരീന, ആർക്കെങ്കിലും ഷെയ്ത്താൻ കരീനായാൽ അത് എത്ര മോശപ്പെട്ട കരീനാണ്, ചങ്ങാതി എന്നുള്ള അർത്ഥത്തിൽ. വഖയ്യദ്നാ ലഹും ഖുറനാഅ ഫസയ്യനൂ ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവർക്ക് ഞാൻ ഈ ചങ്ങാതിമാരെ ഏൽപ്പിച്ചു കൊടുക്കും. ഇതാണ് ഈ ഖുറനാ കരീനു എന്ന് പറയുന്നത്. ഫസയ്യനൂ ലഹും, അപ്പോൾ അവർക്ക് ആസ്വാദികരമാക്കി കൊടുക്കും. മാ ബൈന ഐദീഹിം, അവരുടെ മുന്നിലും പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ആസ്വാദികരമായി തോന്നും. അതായത് അവർ ചരിക്കുന്ന റൂട്ട്, ആ തെറ്റായ റൂട്ട് അവർക്ക് വളരെ നല്ലതാക്കി കാണിച്ചു കൊടുക്കും. ഇതൊക്കെ ശൈത്താന്മാരെ ഈ കരീനുകളുടെ പണിയാണ്. അപ്പോൾ ഏതോ നിലക്ക് നമ്മളുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ അവർക്ക് ശേഷിയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഖുർആനിൽ വേറെയുണ്ട്. ഇതാണ് ഇവിടെ വഹയ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. വെറുതെ ഒരു തോന്നിക്കൽ എന്നുള്ള ആ തലത്തിലല്ല ഇത് അതിശക്തമായ ഏതോ നിലക്കുള്ള ഒരു പ്രലോഭനം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് വെറുതെ ഒരു തോന്നൽ എന്നല്ല, പക്ഷേ ഒരു പ്രലോഭനമുണ്ടായി എന്ന് വെച്ചിട്ട് നമ്മളെ തെറ്റിക്കാൻ പറ്റില്ല. പ്രലോഭനമുണ്ടാക്കാൻ പിശാചിന് കഴിയും, പക്ഷേ ഈ പ്രലോഭനം പ്രാവർത്തികമാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒന്നും വേണമല്ലോ, രണ്ട് സംഗതികൾ നടക്കണം. ഇപ്പോൾ ഇബ്ലീസിന് ഒരു പ്രലോഭനം ഉണ്ടായല്ലോ, അത് ഏത് ഇബ്ലീസിനെ കൊണ്ടാണ്? അത് ഇബ്ലീസിൽ തന്നെയുള്ളതാണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ ആദമിനെ മുന്നിൽ വെച്ച് അള്ളാഹു ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു.
ഉണ്ടായില്ലേ? ഇതേപോലെ നമുക്കുമുണ്ട്. നമ്മുടെ ഉള്ളിൽ പല തോന്നലുകളും തെറ്റുകളും ഒക്കെ, ശക്തമായ വികാരങ്ങളും ഒക്കെ വരും. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു സാഹചര്യമില്ലെങ്കിൽ അത് നടക്കില്ല. ഇതുകൊണ്ടാണ് നമ്മളോട് ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം, അള്ളാഹുവിൽ അഭയം തേടണം എന്ന് പറയണം. കാരണം ഈ തോന്നലുകൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം അള്ളാഹ് നമ്മളെ ശിക്ഷിക്കില്ല. നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. നമ്മളിനി അത് തീരുമാനങ്ങൾ എടുക്കണം. ഞാനത് ചെയ്യാൻ തയ്യാറാണ്. ഒരു പ്രലോഭനം ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ പടച്ചോനെ എന്നെ അതിലേക്ക് നീ കൊണ്ടുപോവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതും, പടച്ചോനെ ആ സാഹചര്യം ഒരുക്കി തരണം. ഇനിയിപ്പോൾ അങ്ങനെ പടച്ചോനെ വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ആ സാഹചര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. അത് രണ്ടും രണ്ടാണ്. അങ്ങനെ ആഗ്രഹിച്ചാൽ അള്ളാഹു അതിലേക്ക് അയാൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം നമുക്ക് കിട്ടും ആ സാഹചര്യം വരാതെ. ഇതാണ് ഈ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഈ പിശാചിൻ്റെ വലയിൽ പോയി വീഴുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നിരവധി സ്ഥലങ്ങളിൽ അത് പല രൂപത്തിലുണ്ട്. അത് നമ്മളുടെ അടിസ്ഥാനപരമായിട്ട് നമ്മളെ നിൽക്കണം. അതല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ സംഗതിയിലേക്ക് നമ്മൾ പോയി വീഴും. കാരണം നമ്മളുടെ മനസ്സ് എന്തൊന്നാണോ തീരുമാനമെടുത്തത് അതിനനുസരിച്ച സാഹചര്യങ്ങൾ അള്ളാഹു ഒരുക്കി തരും. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. അതിലേക്ക് നമ്മൾ പോയി വീഴരുത്. അതുകൊണ്ട് ഈ ശൈത്താന്മാർ പരസ്പരം ഈ ബന്ധമുണ്ട്. അത് ചിലപ്പോൾ മനുഷ്യരിലെ ശൈത്താൻ ചിലപ്പോൾ വേണ്ടെങ്കിൽ അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ ആ സംഗതികൾ നിലനിൽക്കും. കാരണം ഇരു കൂട്ടരുടെയും ലക്ഷ്യം ഏറെക്കുറെ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു ബന്ധം നിലനിൽക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് സുഹ്റുഫൽ ഖൗലി ഗുറൂറ എന്നാണ്. സുഹ്റുഫ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ മൂടിയാണ്. ഇപ്പോൾ സ്വർണത്തിൻ്റെ തിളക്കം, അങ്ങനത്തെയുള്ള സാധനങ്ങൾ, അങ്ങനത്തെ വഞ്ചനാത്മകമായ വാക്കുകൾ, മൂടി പിടിച്ച വാക്കുകൾ ഇവർ പരസ്പരം വിനിമയം ചെയ്യുന്നുണ്ട് എന്നാണ്. അതിപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഒരുപാട് സംഗതികൾ ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. സോഷ്യലിസം ഉണ്ട്, കമ്മ്യൂണിസം ഉണ്ട്, ലിബറലിസം ഉണ്ട്, സമത്വമുണ്ട്, സാഹോദര്യം, അതായത് പല സംഗതികൾ, അതായത് മനുഷ്യനെ മോഹിപ്പിക്കുന്ന നിരവധി വാക്കുകൾ ഏറ്റവും മനോഹരമായി സമൂഹത്തിലേക്ക് ഇവർ കൊടുക്കുന്നുണ്ട്. ജനങ്ങൾ മുഴുവൻ അതിൽ ഇയ്യാമ്പാറ്റ പോലെ പോയിട്ട് വീഴുന്നുണ്ട്. അതായത് ഒന്ന് തകരുമ്പോൾ, കാരണം ഇത് വഞ്ചനയിൽ ഊട്ടപ്പെട്ട വാക്കായതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നിറവേറില്ല. ഒരു 10 or 100 കൊല്ലമൊക്കെ ഈ വഞ്ചനകളുടെ പുറകെ, ഈ വാക്കിൻ്റെ പുറകെ ആളുകൾ അധ്വാനവും ബുദ്ധിയും എല്ലാ സംഗതിയുമായിട്ട് ഓടുകയും അവസാനം അതാകെ തകർന്ന് തരിപ്പണമാകുമ്പോൾ, കാരണം അത് വേറൊരു ലേബലിൽ അതിനേക്കാ മനോഹരമാക്കി പിന്നെയും വരണം. ഇത് നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ്. അതായത് അള്ളാഹുവിൻ്റെ മാർഗമല്ലാത്ത പല മാർഗങ്ങളും ഈ മട്ടത്തിലാണ് നമ്മിലേക്ക് വരുന്നത്. അതായത് അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആകൃഷ്ടരായി പോകും. ആ മട്ടത്തിലാണ്. കാരണം നടക്കാത്തൊരു കാര്യം എത്ര ഗംഭീരമായിട്ടും വർണ്ണിച്ച് പറയാമല്ലോ. നടക്കുന്നതാണെങ്കിലല്ലേ അതിൻ്റെ പ്രശ്നമുള്ളൂ. നടക്കാത്ത കാര്യം നമ്മുടെ ദിവാസ്വപ്നങ്ങളിൽ ഏറിയിട്ട് എത്ര മനോഹരമായിട്ടും വർണ്ണിച്ച് നമുക്ക് പോവാം. അതിന് യാതൊരു തടസ്സമില്ല. കാരണം അത് നുണയായത് കൊണ്ടും അത് നടക്കില്ല എന്ന് ഈ നടത്തുന്നവർക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടും എന്തും ആവാം. ഇപ്പോൾ ഒരു സർക്കാർ വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്ര രൂപ അങ്ങോട്ട് വരും എന്ന് അറിഞ്ഞില്ലേ? ഇല്ലേ? അത് നടക്കാനുള്ളതല്ലാതെ അറിയാത്തത് കൊണ്ട് ഇനിയിപ്പോൾ അത് സംഖ്യ കുറെ കൂട്ടിയാലും ഒരു കുഴപ്പമില്ല. അതായത് ശരിക്ക് നടക്കണമെന്നും സത്യസന്ധമാണെന്നുള്ളവർക്ക് ഈ പറയുമ്പോൾ പിശുക്കിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാത്തവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അവർക്ക് ഇത് ആളുകളെ ആകർഷിക്കാൻ എത്ര മനോഹരമായിട്ടും ഏതും പറഞ്ഞു കൊടുക്കാം. സാഹോദര്യം പറഞ്ഞു കൊടുക്കാം, എന്തും പറഞ്ഞു കൊടുക്കാം. അത് ഏത് നുണ വെച്ചിട്ടും അങ്ങനെ പറയാൻ കഴിയും. അതിനൊക്കെ ഇവർ തമ്മിൽ ഒരു തരം വഹയി അവരിൽ തമ്മിൽ പാസ് ചെയ്യുന്നുണ്ട് അവർ എന്നാണ്. വലൗ ഷാ റബ്ബുക, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, തീരുമാനിച്ചിരുന്നെങ്കിൽ എന്നാണ്. നിന്റെ റബ്ബ് അങ്ങനെയൊക്കെ അവർ ചെയ്യണമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് നടക്കുന്നത്. കാരണം അള്ളാഹ് വെച്ച സിസ്റ്റത്തിനകത്താണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത്. അല്ലാതെ ഇത് അള്ളാഹ് അറിയാതെയോ അള്ളാഹിനെ പറ്റിച്ചിട്ടോ ഒന്നുമല്ല ഈ നടക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ നടക്കണം എന്ന് നിന്റെ റബ്ബ് തീരുമാനിച്ചതാണ്. അതല്ലെങ്കിൽ, അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ അത് അവർ ചെയ്യില്ലായിരുന്നു, അവർക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇതൊക്കെ പല മട്ടത്തിൽ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു സംഗതിയാണ്. ഇവിടെ മാത്രം പറയുന്ന ഒരു സംഗതിയല്ല.
ഈ ഖുർആനിൽ നീളം ഇങ്ങനത്തെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ നമ്മൾ അമ്മ ജുസു ഒക്കെ പഠിക്കുമ്പോൾ തന്നെ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, നിങ്ങൾ ഓരോന്നും തീരുമാനിക്കുന്നത് തന്നെ നിങ്ങൾ അങ്ങനെ തീരുമാനിക്കണം എന്ന് അള്ളാഹ് തീരുമാനിച്ചുകൊണ്ടാണെന്ന്. അള്ളാഹുടെ തീരുമാനമില്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും തീരുമാനിക്കില്ല. അതങ്ങനെയാണ്. കാരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങളിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് മനസ്സിലാക്കാൻ പണിയൊന്നുമില്ല. നമ്മുടെ ചുറ്റുഭാഗം ജീവിക്കുന്ന മറ്റ് ജീവികളെ നോക്കിയാൽ മതി. അവർ നമ്മൾ പോലെ തീരുമാനിക്കുന്നത് പോലെ തീരുമാനിക്കുന്നുണ്ടോ? അവർക്കത് നടത്താൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അവരും നമ്മളെപ്പോലുള്ള സൃഷ്ടികൾ തന്നെയല്ലേ. അപ്പം നമ്മളെ സവിശേഷം അങ്ങനെയൊക്കെ വേണമെന്ന് വെച്ച് തന്നെ അള്ളാഹ് സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ ആ സിസ്റ്റത്തിൽപ്പെട്ട സംഗതികളാണ്. അതുകൊണ്ട് ഈ വിശ്വാസികളെ ശരിക്കും ബോധവൽക്കരിക്കാം. ഓരോരുത്തരും അത് ചോദിക്കുന്നുണ്ട്, ഇത് ചോദിക്കുന്നുണ്ട്, വിശ്വാസത്തിൽ നിന്ന് ഊരിച്ചാടാനുള്ള തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വേണമെന്ന് അള്ളാഹ് തീരുമാനിച്ചത് കൊണ്ട് സംഭവിക്കുക. അതുകൊണ്ട് നിങ്ങൾ അതിൽ ബേജാറാവൊന്നും വേണ്ടെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ചോളാൻ ഫദർഹും, അതിനാൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചേക്കുക. വമാ യഫ്തറൂൻ, അവർ ഈ കെട്ടിച്ചമച്ച് പറയുന്ന ഈ നുണകളെയും അവരെയും നിങ്ങൾ ഉപേക്ഷിച്ചേക്കണം. കാരണം അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെനക്കെടേണ്ട കാര്യമില്ല. കാരണം ആ മാർഗം അവർ കൽപ്പിച്ചു കൂട്ടി തിരഞ്ഞെടുത്തതാണ്. അതിൻ്റെ പിന്നിലുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭൗതികമായ ആസ്വാദനങ്ങളും സൗകര്യങ്ങൾക്കും വേണ്ടി പിറകെ പോവുക എന്നുള്ളതാണ്. ഇതാണ് ശരിക്ക് അതിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ വഴിയിലുള്ള ആ ചോദ്യങ്ങളുടെയൊക്കെ പിറകിലുള്ള കാര്യമെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരാം. ഈ പിശാചിൻ്റെ വലയിൽ പറയാന്ന് പറയുമ്പോൾ ഈ പ്രലോഭനത്തിൽ നമ്മൾ പോയി പെടുകയാണെന്നല്ലാതെ നമുക്ക് മേൽ കൃത്യമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനുള്ള അധികാരം ഈ പിശാചിന് നൽകപ്പെട്ടിട്ടില്ല. ലൈസലക അലൈഹിം ബിസുൽത്താൻ, അത് നമ്മളുടെ മേലിൽ ശരിക്ക് അങ്ങനെ പ്രയോഗിക്കാനുള്ള അധികാരമില്ല. പക്ഷേ നമ്മളെ പ്രലോഭിപ്പിക്കാൻ പറ്റും. കാരണം ഈ പ്രലോഭനം കൊണ്ട് മാത്രം നമ്മൾ തെറ്റുകാരാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവർ എത്രമാത്രം പ്രലോഭിപ്പിച്ചാലും അതിന് ഇപ്പുറത്ത് നമുക്ക് ആ ബോധം, ആ തഖ്വാ ബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പിശാചിൻ്റെ വലയിൽ പോയി പെടുകയില്ല. പിശാചിനെ അനുസരിക്കാൻ നമ്മൾ ഏതെങ്കിലും നിലക്ക് തീരുമാനമെടുത്താലാണ് നമ്മൾ പിശാചിൻ്റെ ആളുകളായിട്ട് മാറുക. അതല്ലെങ്കിൽ നമ്മൾ അതിൽ പോയി പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിശാചിനെ നമ്മൾ കരുതിയിരിക്കുക, അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിശാചിനെ അറിഞ്ഞില്ലെങ്കിൽ ഈ സംഗതികൾ ഇതൊക്കെ ഗൈബായി നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അക്കിടിയിൽ പോയി പെടും. പിശാചിനെക്കുറിച്ച് നമുക്കൊരു ബോധമില്ല. അതുകൊണ്ട് പിശാചിനെക്കുറിച്ച് നമ്മൾ ബോധമുണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിശാചിനെ പേടിക്കലൊന്നുമില്ല. കാരണം പിശാചിനേക്കാൾ ശക്തമാണ് നമ്മൾ. പിശാചിന് രണ്ടു കൂട്ടരുടെയും മനുഷ്യരിലെ പിശാചും ജിന്നിലെ പിശാചും ശൈത്താനും, അതായത് രണ്ടു കൂട്ടർക്കും ഈ വിഭാഗത്തിന് ലക്ഷ്യം ഏറെക്കുറെ ഒന്നാണ്. അപ്പോൾ വിശ്വാസിയായ ഒരു ജിന്നിൻ്റെയും വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെയും ലക്ഷ്യം അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തലാണ്. അത് ഒരേ ലക്ഷ്യമാണ്. അതേപോലെ തന്നെ അപ്പുറത്തുണ്ട്. രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഓരോരുത്തരുടെയും ലക്ഷ്യം വിജയിപ്പിക്കലാണ്. അതിൽ പിശാചിൻ്റെയും മനുഷ്യൻ്റെയുമുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ഈ അബദ്ധത്തിലൊക്കെ പോയിപ്പെടുന്നത് ഒന്നുകിൽ അവൻ്റെ അവഗണന കൊണ്ട്, അതല്ലെങ്കിൽ അവൻ്റെ ഈ ഭൗതിക മോഹം കൊണ്ട്, അതല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ പോയിപ്പെടുന്നതാണ്. എന്നാൽ ജിന്നിനെ സംബന്ധിച്ച് അത് വ്യത്യാസമുണ്ട്. ജിന്നിനെ സംബന്ധിച്ച് അതിലുള്ള വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഈ ആദമിനെ തന്നെ ഈ പിശാച് പഴപ്പിക്കുന്നത് വസ്വസൽ ഇലൈഹി ശൈത്താനു ഖാല യാ ആദമു ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യുബ്ലാ എന്ന് പറഞ്ഞിട്ടാണ്. ആദമിനെ ഇബ്ലീസ് വന്ന് പഴപ്പിക്കുന്നത് തന്നെ നല്ല ഒരു അഭ്യുദയകാംക്ഷയുടെ വേഷത്തിലാണ്. ആ രൂപത്തിലും ഭാവത്തിലും വന്ന് പറഞ്ഞിട്ട് നിനക്ക് ഷജറത്തുൽ ഖുൽദ്, അതായത് നിന്നെ സ്ഥിരമാക്കുന്ന ഈ സ്വർഗത്തിൽ സ്ഥിരമാക്കുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് നിനക്ക് പറഞ്ഞു തരാം. വ മുൽക്കിൻ ലാ യുബ്ലാ, ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു ആധിപത്യത്തെക്കുറിച്ചിട്ടും പറഞ്ഞു തരാം.
അങ്ങനെ പറഞ്ഞിട്ടാണ്. അതായത് ഒരു മോഹത്തെ ഉള്ളിലിട്ടിട്ട് കൊടുത്തുകൊണ്ടാണ്. അതായത് ഇപ്പോഴത്തെ മനുഷ്യരുടെയും വിഷയം അത് തന്നെയാണ്. ഈ മോഹങ്ങളെ ഉള്ളിലിങ്ങനെ ജനിപ്പിച്ചിട്ട് അത് അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നുള്ള ആ മോഹത്തിലാണ്. അല്ലാതെ കൽപ്പിച്ചു കൂട്ടി അള്ളാഹുവിനെ ധിക്കരിക്കണം എന്നുള്ളൊരു സംഗതിയല്ല. എന്നാൽ ജിന്നിൻ്റെ വിഷയം വേറെയാണ്. ജിന്നിൻ്റെ വിഷയം പറയുമ്പോൾ ഖുർആൻ പറയുന്നത് അബ വസ്തക്ബറാണ്. അതായത് ധിക്കാരവും കിബറുമാണ്. കിബർ മനുഷ്യന് വന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ സ്വയം വിഡ്ഢിയാവും. അത് നിങ്ങൾ ഏത് മനുഷ്യൻ്റെ അടുത്ത് നോക്കി, അഹങ്കാരത്തോടു കൂടി അയാളിലേക്ക് കയറി വരും വിഡ്ഢിത്തം. പിന്നെ അയാൾക്ക് ഇന്നത് പറയാനൊന്നും ഉണ്ടാവില്ല, ഇന്നത് ചെയ്യാനുണ്ടാവില്ല. അത് ഏത് മനുഷ്യരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അഹങ്കാരം എത്രമാത്രം ഒരാളിൽ വർദ്ധിക്കുന്നോ അത്രത്തോളം അയാൾ വിഡ്ഢിയാവും. അങ്ങനെയാണ് കാല അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ എന്നാണ് പറയുന്നത്. എന്നെ നീ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നെ നീ അഗ്നിയിൽ നിന്നും അവനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചത് കൊണ്ട് ഞാനാണ് കേമൻ. അതായത് ഈ മെറ്റീരിയൽ, സൃഷ്ടിയുടെ മെറ്റീരിയലാണ് വലുപ്പം ഒക്കെ തീരുമാനിക്കുന്നത്. അതായത് അള്ളാഹുവിനെ ശരിക്കും അയാൾ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി. അതായത് അള്ളാഹുവിനെ കുറിച്ച് അയാൾ അറിയേണ്ടതുപോലെ അറിയുന്നില്ല. കാരണം അയാളുടെ തന്നെ ഉള്ളിൽ കിടന്ന അഹങ്കാരം അത് അയാളെ അത് മനസ്സിലാക്കുന്നതിൽ നിന്ന് തടഞ്ഞു. ഇതൊക്കെ ഈ ജിന്നിൻ്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നോക്കണം കേട്ടോ. ജിന്ന് നമ്മളെക്കാൾ ഉന്നതമായൊരു തലത്തിലുള്ള കൂട്ടരാണ്. അതായത് മലക്കുകൾക്കുള്ള ഒരു വിളംബരം പിടിച്ചെടുക്കാൻ മാത്രമുള്ള ഒരു സിസ്റ്റത്തിലാണ് അവരുള്ളത്. ആദ്യം ഖുർആൻ പറയുമ്പോൾ മലക്കിനോടുള്ള വിളംബരമാണല്ലോ ഈ ജിന്നിനും കൂടി ബാധകമാണ്. പിന്നീടാണ് ഖുർആൻ അവൻ ജിന്നിൽപ്പെട്ടവനാണെന്ന് ഗൾഫിലൊക്കെ പിന്നീട് വിശദീകരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ മലക്കുകൾക്കുള്ള വിളംബരം അതിൽ ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു കാറ്റഗറിയിലാണ് അവരുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കുള്ള പരീക്ഷണം നമ്മളെക്കാൾ വളരെ ഉയർന്ന തലത്തിലാവും. അത് ആദമിൻ്റെ പോലെ തന്നെ ആവില്ല. അപ്പോൾ അവർക്ക് അയാളുടെ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ആ വലുപ്പത്തിലൊക്കെ അയാൾ അഹങ്കരിച്ച് അങ്ങനെ പോയത് കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം കാണേണ്ടതുപോലെ കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൊതുവിനെ സൃഷ്ടിക്കുന്നതും മലക്കിനെ സൃഷ്ടിക്കുന്നതും നമ്മളെ സൃഷ്ടിക്കുന്നതൊക്കെ ഒന്നാണ്. കാരണം അള്ളാഹ്ക്ക് നേരം പോകാൻ വേണ്ടിയിട്ട് കൊതുവിനുണ്ടാക്കി അങ്ങനെ ഒന്നല്ല. അള്ളാഹ് എന്ത് സൃഷ്ടിക്കുന്നതൊന്നും അതെന്താ അതിൻ്റേതായ ഗൗരവത്തിലാണ്, അതിൻ്റേതായ സംഗതി. ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ തക്തീറുകളുണ്ട്. അതൊന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം അത് ആ വിഡ്ഢിത്തത്തിലൊക്കെ അയാളെ കൊണ്ടുപോയി പെടുത്തിയത് ഈ സംഗതിയാണ്, ഈ അഹങ്കാരം എന്ന് പറയുന്ന സംഗതിയാണ്. പക്ഷേ അയാളുടെ ആ അഹങ്കാരം വെളിപ്പെടാൻ ഇടയായത് ഈ മനുഷ്യൻ മുഖേനയാണ്. അതാണ് സംഗതി. അതുകൊണ്ടാണ് ഈ മനുഷ്യനോട് അയാൾക്ക് ശത്രു ഉണ്ടായത്. അത് അയാൾ പറയുന്നത് എന്നാണ്. ഈ മനുഷ്യനെ പിഴപ്പിക്കാൻ ഞാൻ അവൻ്റെ നിന്റെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ തീർച്ചയായും ഇരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഞാൻ ഉണ്ടാവുന്നത്. അതാണ് ഈ മനുഷ്യനുമായി ശത്രുതയുണ്ടാവാൻ ഈ ജിന്നിന് കാരണമായത്, അതായത് ഇബ്ലീസിൻ്റെ ഒക്കെ കാരണമായത്. അത് രണ്ടും രണ്ട് ലക്ഷ്യമാണ്. ഒന്ന് കൽപ്പിച്ചു കൂട്ടി ഇവർ ധരിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചതാണെങ്കിൽ ആദമിൻ്റെ വിഷയം അക്കിടിയിൽ പോയി പെട്ടത്, അബദ്ധത്തിൽ പോയി പെട്ടതാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ജിന്ന് ശൈത്താൻ എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യൻ്റെ ശത്രുവാണ്. അത് അയാളുടെ കരീനായ ഈ മനുഷ്യ ശൈത്താൻ്റെയും ശത്രുവാണ്. പക്ഷേ ഈ മനുഷ്യ ശൈത്താൻ എന്താക്കില്ല, ഇത് മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഇത് ഇത്ര ഗൗരവമായിട്ട് നമുക്കിത് പറഞ്ഞു തരണം. അല്ലാതെ പിശാച് മനുഷ്യനെ അങ്ങനെ ആകെടുത്ത് വിഴുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല. പക്ഷെ ഇത് നമ്മൾ അറിയാതെ പോകരുത് എന്നുള്ളതാണ്. ഇത് നമ്മൾ അറിയാതെ പോകരുത്. ഞാൻ ഇപ്പം നാളെ ഇത് കേട്ടു. അപ്പോൾ ഈ എലോൺ മസ്ക് ഉണ്ടല്ലോ, എലോൺ മസ്കിൻ്റെ ജീവചരിത്രം എഴുതുന്ന ഒരാൾ പറയാണ് അയാൾ വേറെ ഏതോ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. കാരണം അത്രയും അസാധാരണമാണ് അയാളുടെ ചിന്തകളും കാര്യങ്ങളും ഭാവനകളൊക്കെ. അസാധാരണമായ കാര്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ അസാധാരണമായ വിശദീകരണങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഓരോരുത്തർ പറയുമ്പോഴാണ് നമ്മൾ അതിൽ അപ്പോഴും നമുക്കിതൊരു ഊഹായിട്ടേ നിൽക്കുള്ളൂ. പക്ഷെ ഖുർആൻ ഇതിങ്ങനെ വളരെ കൃത്യമായി യൂഹി എന്ന് പറയുന്ന വാക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഈ കൂട്ടർ ഏതോ നിലക്ക് പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്. അവർ ചിലപ്പോൾ അത് അങ്ങനെ വിചാരിച്ചു കൊള്ളണമെന്നൊന്നുമില്ല.
പക്ഷേ അവരുടെയും ഉയർന്ന തലത്തിലുള്ള ജിന്നുകൾക്ക് ഇവരെ ഇതിൽ ഇടപെടാൻ കഴിയും. അതുകൊണ്ടാണ് ഞമ്മക്ക് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. നമ്മൾ ചിലപ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അത് സയൻസ് ഒന്നും വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഗതിയും ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യ ജിന്നി എപ്പോഴും, ഈ മനുഷ്യ ശൈത്താൻ എപ്പോഴും ജിന്ന് ശൈത്താനാൽ വഞ്ചിക്കപ്പെടുകയാണ്. അതാണ് സുഹുറുഫൽ ഖൗലി ഗുറൂറ. അതുകൊണ്ട് അവരെ നീ ഉപേക്ഷിച്ചേക്കണം. കാരണം അവർ കൽപ്പിച്ചു കൂട്ടി അത് തിരഞ്ഞെടുത്തതാണ്. അവരുടെ പിന്നാലെ നടന്നിട്ട് വെറുതെ നേരം കളയേണ്ട കാര്യമില്ല. ഇനിയും പറയാം, വലി തസ്ഗ ഇലൈഹി, അതിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടിയാണ്. ഏത്? അവരുടെ ആ വഴിയിലേക്ക് അവർ ആകർഷിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ട് എന്താ ചോദിച്ചാൽ അതിന് ഞാൻ ആസ്വാദനങ്ങൾ വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ മനോഹാരിതകൾ ഉണ്ടാവും. അത് പറയുമ്പോൾ അവരങ്ങനെ പിടിച്ചെടുക്കും. കാരണം അവർ അങ്ങനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഇത് പെട്ടെന്ന് ഏൽക്കുന്നുള്ളതാണ്. അതാണ് വലി തസ്ഗ ഇലൈഹി അഫ്ഇദത്തുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. ഈ അന്ത്യഘട്ടത്തെ അംഗീകരിക്കാത്തവരുടെ മനസ്സുകൾ, അതായത് ഈ അഫ്ഇദത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുലൂബിനേക്കാൾ ഉയർന്ന തലമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ചിന്തയും തീരുമാനമൊക്കെ വന്ന സാധനമാണ് ഈ അഫ്ഇദത്ത് എന്ന്. ആ അഫ്ഇദത്തിനെ ആകർഷിക്കാൻ വേണ്ടതൊക്കെ അള്ളാഹു അതിൽ വെച്ചിട്ടുണ്ടാവും. അതും കൂടി നമ്മൾ അറിയണം. അതായത് ഈ മനസ്സ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ മാർഗത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ അയാൾ ആസ്വദിപ്പിക്കുന്നതാവും, അയാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാവില്ല. ഈ ഇറിറ്റേഷനൊക്കെ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മനസ്സ് ആ തീരുമാനം എടുക്കാതെ ഇരിക്കുമ്പോഴാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ അബദ്ധം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അന്ധക്കേട് കൊണ്ടോ ഒക്കെ നമ്മൾ ചില അബദ്ധങ്ങളിൽ ഒക്കെ പോയി പെടുമ്പോഴും നമ്മളുടെ മനസ്സ് അതിനോട് ഇങ്ങനെ എതിരിട്ട് നിൽക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അതല്ലെങ്കിൽ മനസ്സിനെ അള്ളാഹു ആസ്വദിപ്പിക്കുകയാണ് ചെയ്യുക എന്നും കൂടി നമ്മൾ, അതായത് ഞാൻ ചെയ്യുന്നതൊക്കെ ഇപ്പം ശരി തന്നെ, ഇതിങ്ങനെ തന്നെയാണ് പോകേണ്ടത്, ഇതിനെ ഞാൻ ആസ്വദിക്കുന്നു. വലിയ എറുന്നവുഹു അവരതിലങ്ങനെ തൃപ്തിപ്പെടുകയും ചെയ്യുന്നതാണ്. അത് അള്ളാഹു അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം പിന്നെ നമുക്ക് മാർഗം എന്താണെന്ന് ചോദിച്ചാൽ തൗബ ചെയ്ത് നിലപാടുകളൊക്കെ മാറ്റി അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. ആ മട്ടത്തിൽ നിന്നിട്ട് പിന്നെ അയാൾക്കൊരു രക്ഷപ്പെടൽ ഉണ്ടാവില്ല. ഇതൊക്കെ ഈ അന്ത്യഘട്ടം, അള്ളാഹുവും റസൂലും അങ്ങനെയൊന്നും പറയാതെ അന്ത്യഘട്ടം എന്ന് പറഞ്ഞിട്ട് ഇത് വരണം എന്താന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒക്കെ ഈ മനുഷ്യനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഈ അന്ത്യഘട്ടം, ബാക്കിയുള്ളതൊന്നുമല്ല. ഈ അന്ത്യഘട്ടത്തിലെ തന്നെ നരകമാണ്. അപ്പോൾ ഈ അന്ത്യഘട്ടം ചെന്ന് നമ്മളിനി അവിടെ ഒന്നുമില്ല, നമ്മളങ്ങോട്ട് മണ്ണായി പോവുകയാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ നരകമുണ്ടല്ലോ, അത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിനെ കുറിച്ച് പറയുന്നേക്കാൾ കൂടുതൽ നരകത്തിൻ്റെ കാവലിനെ കുറിച്ചാവും കൂടുതൽ പറയാം, അല്ലേ? നമ്മൾ ചോദിക്കുക അള്ളാഹും അജിർണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 3 പ്രാവശ്യമൊക്കെ ആക്കിയിട്ടല്ലേ ചോദിക്കുക, പറയാം. അതായത് ഈ നരകം എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ചൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നമ്മൾ കാണേണ്ടതുപോലെ കണ്ടില്ലെങ്കിൽ, അതിനെ നമ്മൾ കൃത്യമായി അംഗീകരിച്ചില്ലെങ്കിൽ, നമ്മൾ ഈ നമുക്ക് നൽകിയ ശേഷി കൊണ്ടും യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടുമൊക്കെ അതിനെ നമുക്ക് സാധ്യമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് കേവലം ഒരു പറച്ചിൽ മാത്രമാവും. ആ പറച്ചിൽ കൊണ്ടൊന്നും ഈ വിശ്വാസത്തെ നിലനിർത്താൻ കഴിയില്ല. ആ പറച്ചിൽ കൊണ്ട് പറ്റില്ല. അത് കൃത്യമായി നമ്മളുടെ ബുദ്ധിക്കും യുക്തിക്കൊക്കെ ബോധ്യമാകുന്ന തരത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. അങ്ങനെ അത് ഉറച്ച യക്കീനായിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ, അങ്ങനൊന്നും ചെയ്യാത്തവർക്ക് ഇതൊക്കെ ആസ്വാദികരമാകും. വലിയ ഇക്കുത്തറഫ എന്ന് പറഞ്ഞ സമ്പാദ്യമുണ്ട്, ഒരു കമ്മിറ്റ്, രണ്ടും കൂടിയിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് ഒരു സമ്മതിനോട് നമ്മളോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതുവഴി നമ്മൾ സമ്പാദിക്കുന്നതും ഒക്കെ സമ്പാദിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ഈ സിസ്റ്റം വെച്ചിട്ടുള്ളതെന്നാണ്. കാരണം ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ നല്ലത് സമ്പാദിച്ചില്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഒന്നും ഇല്ല എന്നുള്ളതല്ല, അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നതും ഒരു സമ്പാദ്യമാണെന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഒരു വിഷയം. നല്ലതൊന്നും കിട്ടിയില്ലെങ്കിൽ അതായിട്ട് പോയതായിട്ട് അങ്ങനെയല്ല. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ മുഴുവൻ അയാൾ തെക്ലീഫോടുകൂടി ജീവിക്കുമ്പോൾ രണ്ടാലൊന്ന് സമ്പാദിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാലൊന്ന് സമ്പാദിക്കുക, അതായത് നെഗറ്റീവോ പോസിറ്റീവോ ആയ എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കാതെ പോകാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ അസുർ എന്ന് പറയുന്നത്. വൽ അസുർ
ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഒരു സാധനത്തിന് ഞെക്കിപ്പിഴിഞ്ഞ് കിട്ടുന്ന അതിൻ്റെ സത്തയാണ് അസർ. അതിനാണ് അസീർ എന്ന് പറഞ്ഞ ജ്യൂസിന്. അതാണ്. ഇതില്ലാതെ, ഈ അസറില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. രണ്ടാലൊരു അസറായിട്ടേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നല്ലതല്ലാത്ത അസർ ജീവിതത്തിൻ്റെ സമ്പാദ്യമാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ നരകം ഉറപ്പാണ്. അതാണ് നമ്മളുടെ പ്രശ്നം. അതുകൊണ്ടാണ് ആഖിറത്തിനെ അംഗീകരിക്കുക എന്നുള്ളതിന് ഈ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി റസൂല് ചോദിക്കുക അവരോട് ഇതൊക്കെ മുന്നിൽ വെച്ച്, അതായത് ഈ സൂറത്തുൽ അൻആം നമ്മൾ തുടങ്ങിയിട്ട് ഈ അള്ളാഹുവിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച്, ഇലാഹിനെ കുറിച്ച് ഒക്കെ നമ്മൾ നിരവധി വെർഷനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ട് അഫ ഗൈറല്ലാഹി അബ്തഗി ഹക്കമൻ, ഇനി എൻ്റെ ഈ ജീവിതത്തിലും ഞാൻ വിധികർത്താവായിട്ട് അള്ളാഹു അല്ലാത്തവരെ സ്വീകരിക്കണമെന്നാണ് ചോദിക്കുന്നത്. ഈ അള്ളാഹു അല്ലാത്ത, ഈ റബ്ബല്ലാത്ത, ഈ ഇലാഹല്ലാത്ത ആരെയാണ് ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഹക്കമൻ വിധികർത്താവായി വിധിക്ക് വേണ്ടി സ്വീകരിക്കേണ്ടത്? ആരെയാണ് ഞാൻ തേടേണ്ടത്? വഹുവല്ലതി, അവൻ അങ്ങനെ നമ്മളുടെ ബുദ്ധിയും യുക്തിയും വെച്ചിട്ട് മാത്രമല്ല, വഹുവല്ലതി അൻസല ഇലൈക്കുമുൽ കിതാബ മുഫസ്സല, സർവകാര്യങ്ങളും വിശദീകരിക്കേണ്ട വിധം വിശദീകരിച്ചുകൊണ്ട് ഗ്രന്ഥത്തെ നിങ്ങൾക്ക് ഇറക്കിയിട്ടുണ്ടെന്നാണ്. ഗ്രന്ഥത്തെ ഇറക്കിത്തരികയും ചെയ്തു. അതൊരു അഡീഷണൽ സാധനമാണ് എന്നാണ്. അതൊരു അഡീഷണലാണ്. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളെ നമ്മൾക്ക് വിശദീകരിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു ഗ്രന്ഥത്തെ തരിക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. ഖുർആൻ പലയിടത്തും ഈ അൻസലൽ കിതാബ് അല അബ്ദിഹി എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെ. കാരണം 14 നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതായത് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ച് നമ്മളുടെ ഈ ജീവിതവും പരലോക ജീവിതവും അതിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങളും രക്ഷാശിക്ഷകളും മുഴുവൻ വിശദീകരിച്ച് കൃത്യമായ ഒരു ഗ്രന്ഥം നമ്മളുടെ കൈകളിൽ സുലഭമാക്കി തന്നു എന്നാ. സുലഭമാക്കിയിട്ട് നമ്മളുടെ കയ്യിൽ ഇട്ട് തന്നിട്ട് നമ്മളാരും ഇത്രയും സൗകര്യവും സന്നാഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഗതിയാണ്. ആ പരിപാടിയൊക്കെ തന്നെയാണ് പണ്ട് വേദക്കാരും ചെയ്തത്. പക്ഷെ അവർക്ക് പിന്നെ ആ ഗ്രന്ഥം തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോയി. ഹിദായത്ത് വേണമെന്നുള്ള ആളുകൾക്ക് പോലും ആ ഹിദായത്ത് ലഭ്യമാവാതെ പോയി. ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ഹിദായത്ത് ആർക്ക് വേണമോ, എവിടെ വേണമോ, എപ്പോൾ വേണമോ അതൊരു വിരൽത്തുമ്പിൽ അങ്ങനെ കിടക്കുക നമുക്കിപ്പം. അതൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് എന്തെന്ത് അനുഗ്രഹങ്ങളാണ് ഈ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലദീന ആത്തൈനാഹുമുൽ കിതാബ, വേദം നൽകിയ ആളുകളുണ്ട്. മുമ്പ് വേദം നൽകിയ ആളുണ്ട്. അത് തൗറാത്തോ ഇഞ്ചീലോ അതിൻ്റെ മുമ്പുള്ള ഏതോ ആവാം. അവർ യഅലമൂന, അവരറിയുന്നു, അന്നഹു മുനസ്സലും മിർ റബ്ബിക ബിൽ ഹഖ്, ഇത് യഥാർത്ഥത്തിൽ അവരുടെ റബ്ബ് നിനക്ക് ഇറക്കിയ കിതാബ് തന്നെയാണെന്ന് അവർക്കറിയാം. അതായത് അങ്ങനെ അറിയുന്നവരെ, അങ്ങനെ വേദങ്ങളെ മനസ്സിലാക്കിയവർക്കാണ് വേദം ഇറക്കിയത്, അല്ലാത്തവർക്കല്ലാന്ന്. അങ്ങനെ വേദത്തെ മനസ്സിലാക്കിയ ആളുകൾ ഈ റസൂല് വന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് റസൂല് ആദ്യം ചെന്നപ്പോൾ തന്നെ, റസൂലിന് ആദ്യത്തെ വഹയി കിട്ടുമ്പോൾ തന്നെ വറക്കത്തുബിന് നൗഫലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അത് വേദത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയവരെ. അല്ലാത്തവരെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാത്തവരെ കുറിച്ച് ഇപ്പം നമ്മളൊക്കെ കുറിച്ചിട്ട് പറയുന്ന ഒരു വർത്തമാനം സൂറത്തുൽ ജുമുഅയിലുണ്ട്. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് ഈ പുസ്തകം ചുമക്കുന്ന കഴുതകളെ പോലെയായി ഈ വേദത്തിന് ചുമന്നിട്ടുള്ളത്. ബനൂ ഇസ്രായേലും ഒരു വിഭാഗം, വലിയൊരു വിഭാഗം അത് തന്നെയാണ് ചെയ്തത്. നമ്മളെ ഈ മുസ്ലിം സമൂഹവും അത് തന്നെയാണ് ചെയ്യുന്നത്. യഹ്മിലു അസ്ഫാറ. എല്ലാവരുടെ കയ്യിലും മുസാഹിഫുണ്ട്, വീട്ടുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇത് കഴുതയുടെ പുറത്ത് വെച്ച പുസ്തകം പോലെ, കഴുതക്കൊരിക്കലും ഉപകാരപ്പെടാത്തതുപോലെ നമുക്കും ഉപകാരപ്പെടുന്നില്ല. കാരണം നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. നമ്മളിങ്ങനെ ഒരു സംഗതി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളതിനെ പരിഗണിക്കുന്നേ ഇല്ല. നമ്മളുടെ ആചാരമായിട്ട് നമ്മൾ ഒരു സമുദായത്തിൽ പിറന്നു എന്നതുകൊണ്ട് ചില ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ഖുർആനിനെയോ ഈ റിസാലത്തിനെയോ ഒന്നും പരിഗണിച്ചിട്ടില്ല, ഇപ്പോഴും പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളും ആ ഉദാഹരണത്തിന് ശരിക്കും അർഹ. യഹ്മിലു അസ്ഫാറ എന്ന് പറയുന്ന ആ കഴുത ഉക്ക് ചുമന്ന ആ ഉദാഹരണം ശരിക്കും നമുക്കും ഫിറ്റാണ്. നമുക്കാണ് ശരിക്കും ഇപ്പോൾ അവരെക്കാൾ കൂടുതൽ അത് ഫിറ്റായി നിൽക്കുന്നത് ഇപ്പോൾ നമുക്കാണ്.
അതുകൊണ്ട് പ്രവാചകനോട് പറയാ, ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, നീ ഒരിക്കലും ഈ സന്ദേഹികളിൽ പെട്ടുപോകരുത്. ഈ സുഹ്റുഫൽ ഖൗലും അതിൻ്റെ തത്വങ്ങളും അതിൻ്റെ സിദ്ധാന്തങ്ങളും പല പല വെർഷനുകളിലും അവതരിക്കപ്പെടുന്നതിൻ്റെ അതിലൊന്നും നീ പെട്ടുപോകരുത്. റസൂൽ ഇപ്പം അതിൽ പോയി പെടുന്നല്ല. പക്ഷെ നേരത്തെ നമ്മളോട് അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അതായത് അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവരെ അല്ലെങ്കിൽ അവരുടെ ആരാധ്യ വസ്തുക്കളെ ഒന്നും നിങ്ങൾ കുറ്റപ്പെടുത്തുക, ചീത്ത പറയുക, അതിന് നിങ്ങൾ കാരണക്കാരാകരുത്. ഇവിടെ നിങ്ങൾ നോക്കിയ ഈ പ്രസ്താവനകളൊക്കെ റസൂലിനോടാണ്. അതായത് റസൂലിനോട് പറയുന്നു, പക്ഷേ ഇത് കേൾക്കുന്നത് ആരാ? മറ്റുള്ളവർ കേൾക്കുന്നു. പക്ഷെ ഒരിക്കലും അവരുടെ മനസ്സിൽ പോയി ഇത് ഞങ്ങളെ ചീത്താറിയാണെന്ന് പറയണില്ല. ഒക്കെ പറയണത് മുഹമ്മദിനോടാണ്. ഒക്കെ മുഹമ്മദിനോട് പറയാം. മുഹമ്മദിനോട് പറയുന്നത് നിങ്ങൾക്കും കേൾക്കാം. അത് എന്താ വെച്ചാൽ ഈ പ്രകോപിപ്പിക്കാതെ, അതായത് ഖുർആൻ തന്നെ അതിൻ്റെ ഒരു രീതി നമുക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് മറ്റുള്ളവരുടെ വികാരങ്ങളെ തീപിടിപ്പിക്കാതെ പ്രകോപിപ്പിക്കാതെ പറയുക എന്നുള്ളത്. അതിങ്ങനെ. അതുകൊണ്ടാണ് വലാ തകൂനന്ന മിനൽ മുംതരീൻ, നീ സന്ദേഹികളിൽ പെട്ടുപോകരുത്. റസൂലിനോട് അതിൽ പെട്ടുപോയിട്ട് അങ്ങനെ ഒരു സാധ്യത തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? പക്ഷേ ഈ പറച്ചിൽ കണ്ട ഇത് ഖുർആൻ, ഇതാണ് ഈ ഖുർആൻ ഈ കൗലൻ ബലീഗ എന്ന് പറയുന്നത്. മനസ്സിൽ ആഞ്ഞു തറക്കുന്ന വിധം നിങ്ങൾ പറയണം എന്ന് പറയുന്നത്. മനസ്സിൽ ആഞ്ഞു തറക്കണം. അവരുടെ വികാരങ്ങളെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന രൂപത്തിലായിരിക്കരുത്. അവരുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുന്ന രൂപത്തിൽ, അവരുടെ ഉള്ളിലേക്ക് അങ്ങനെ ആഞ്ഞു ഇറങ്ങുന്ന രൂപത്തിൽ, അവരുടെ ബുദ്ധിയിലേക്ക് ഇറങ്ങുന്ന രൂപത്തിലൊക്കെ സംസാരിക്കണമെന്ന് പറയുന്നത്. അത് ആ രീതി കൂടിയിട്ട് ഖുർആൻ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരാം. വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, സത്യത്തിൻ്റെയും നീതിയുടെയും കലിമത്തുകൾ, വചനം. അത് ഈ വചനം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറയാം, ഈ ഖുർആൻ മൊത്തം, ഈ റിസാലത്ത് മൊത്തം അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത് പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ സിദ്ഖിനും അതിലും വേണ്ടി ആരും എവിടെയും തപ്പേണ്ട കാര്യമില്ല, തപ്പിയിട്ട് കാര്യമില്ല. ഈ ഖുർആൻ്റെ അപ്പുറമോ ഇപ്പുറമോ ഈ സിദ്ഖും അതിലും ഉണ്ടാവുകയുമില്ല. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതായത് റസൂലിനൂടെ, മുഹമ്മദുർ റസൂലിനൂടെ റിസാലത്തും കഴിഞ്ഞു, ഈ ഖുർആനിലൂടെ വേദത്തിൻ്റെ അവതരണവും പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഈ വേദവും ഈ ഖുർആനും ഈ റിസാലത്തും ഈ റസൂലിൻ്റെ മാർഗവും തരുന്നതല്ലാതെ സത്യത്തെയും നീതിയെയും അളക്കാൻ വേറെ ഒരു മാനദണ്ഡമില്ല, വേറെ ഒരു സംഗതിയുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് ഇനി സത്യം എന്താണെന്നും നീതി എന്താണെന്നും ഒക്കെ മനുഷ്യൻ തീരുമാനിക്കേണ്ടത് ഈ ഖുർആൻ വെച്ചിട്ടാണ്. ഇതിൻ്റെ അപ്പുറം അതില്ല. അതുകൊണ്ട് തന്നെ ലാ മുബദ്ദില ലി കലിമാത്തിഹി, ഈ കലിമാത്തിന് ഇനി പകരം വെക്കണ പരിപാടിയില്ല. ഇത് പോയിട്ട് ഇപ്പം തൗറാത്ത് പോയിട്ട് ഖുർആൻ വരുന്നത് പോലെ ഇനിയൊരു പരിപാടി അങ്ങനെ ഒന്നില്ല. കാരണം ഇത് പൂർണ്ണമായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗദർശനം ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. ഇനി ഇത് മാറില്ല, ഇത് എടുത്തു പോകില്ല, ഒന്നുമില്ല. ഇത് പോകുന്നുണ്ടെങ്കിൽ, ഇനി എടുത്തു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമി, ഈ ലോകം അവസാനിച്ചു എന്നാണ്. അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. കാരണം വഹുവ സമീഉൽ അലീം, അള്ളാഹു ഈ സുഹൃഖൽ ഖൗലിൻ്റെ ആളുകളെയും വ്യാജം ചമക്കുന്നവരെയും മനോഹര വർത്തമാനങ്ങൾ പറയുന്നവരെയും ഒക്കെ അള്ളാഹു അഗാധമായി കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവരെ അഗാധമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ ഓരോ ചലനങ്ങളും, ഓരോ ദിവസത്തെയും ഓരോ സെക്കൻഡിലെയും ചലനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് അള്ളാഹു അവരുടെ സമ്പാദ്യമായിട്ട് അവിടെ ഉണ്ടാവും. അതാണ് വലിയ യഖ്തരിഫൂ മാഹും മുഖ്തരിഫൂൻ. സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ, മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറ വലാ യദ്ലിമു റബ്ബുക അഹദ. അതായത് അവരുടെ ആ കിതാബ് കണ്ടിട്ട് അവരാകെ അന്തം വിടുന്ന കാര്യം പറയാം. അതിൽ ചെറുതോ വലുതോ ആയ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പോവുക അതിൽ ചേർക്കപ്പെടാതെ. ഇതെന്തൊരു കിതാബാണെന്നാണ്, ഇതെന്തൊരു രേഖയാണ്. നമ്മളുടെ ജീവിതത്തിലെ ഏത് രംഗമൊക്കെ ഇപ്പം നമുക്ക് ഓർമ്മ ഉള്ളത്? വലിയ വലിയ ചില സംഭവങ്ങളിൽ ചിലത് ഓർമ്മ ഉണ്ടാവാനല്ല, അതല്ലേ? പക്ഷെ നമ്മൾ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, അത് മറ്റുള്ളവരിലുണ്ടാക്കുന്ന എഫക്റ്റുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തിനെ നമ്മളൊന്ന് എടുത്തിട്ട് വിലയിരുത്തി നോക്കിയാൽ എന്തുമാത്രം വിപുലമാണ് അതിൻ്റെ സംഗതികൾ. നമ്മൾ എത്രമാത്രം സൂക്ഷിച്ചാലാണ് അത് ഇല്ലാതെയാവുക.
ഇത് ഖുർആൻ വേറൊരു ഉദാഹരണം പറയുന്നതാണ്. മാ തസ്കുത്തു മിൻ വറഖത്തിൻ ഇല്ലാ ലിയഅലമുഹ എന്ന് പറഞ്ഞ പോലെ ഭൂമിയിൽ വീഴുന്ന ഒരു ഇല പോലും അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാതെ ഇല്ല. നമ്മുടെ പറമ്പിൽ വീണ ഇലയുടെ കണക്കൊക്കെ ആരെങ്കിലും ഉണ്ടാകും. കാരണം അത്രയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങളും അത് എന്തുമാത്രം പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു, ഇതൊന്നും ഒരിക്കലും നമ്മളുടെ കണക്കിൽ നമുക്കൊരിക്കലും സാധ്യമല്ലാത്ത സംഗതിയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ കണക്ക് അത് അത്രയും സൂക്ഷ്മമാണ്, അത്രയും അഗാധമായിട്ടാണ് നമ്മളെ അള്ളാഹു കേൾക്കുന്നത്, അത്രയും അഗാധമായിട്ടാണ് അള്ളാഹു നമ്മളെ അറിയുന്നത്. ഈ ബോധമാണ് വാസ്തവത്തിൽ നമ്മളിൽ ഉണ്ടാവേണ്ടത്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ അണുവും അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബോധമാണ് നമ്മളുടെ തഖ്വയുള്ള ജീവിതത്തിലേക്ക് നയിക്കുക. ഈ ബോധം നമുക്ക് എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ നമ്മളുടെ ഈ തഖ്വ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളുടെ ഓരോ വാക്ക് പോലും നമ്മൾ സൂക്ഷിച്ചേ വിടേണ്ടതുള്ളൂ, പുറത്തേക്ക് വിടേണ്ടതുള്ളൂ. അവിടെ നിന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നീ അനുസരിക്കുകയാണെങ്കിൽ, ഇതൊക്കെ കണ്ട ഒക്കെ റസൂലിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അതേ സമയത്ത് അത് നമ്മളോടാണ് പറയുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സംഘം എന്താ വെച്ചാൽ ഭൂരിപക്ഷമാണ് ശരി എന്നാണല്ലോ. ശരിയുടെ മാനദണ്ഡം ഇപ്പോൾ ഭൂരിപക്ഷം, അതാണല്ലോ ഇപ്പോൾ ഈ ജനാധിപത്യം എന്ന് അറിയണം. അതാണ് പറയുന്നത് അള്ളാഹു സിദ്ഖും അദിലും എന്താണെന്ന് അള്ളാഹു പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. ഇനി നിങ്ങളത് ഭൂരിപക്ഷത്തിൽ നോക്കിയിട്ടും കാര്യമില്ല, എവിടെ നോക്കിയിട്ടും. അതായത് സത്യവും നീതിയും തീരുമാനിക്കുന്നതിൽ ഭൂരിപക്ഷത്തിൻ്റെ മാർഗിന് ഒരു പങ്കുമില്ല. സത്യം അത് ഒരാളാണെങ്കിലും സത്യം തന്നെയാണ്. ഭൂരിപക്ഷം തീരുമാനിച്ചു എന്നുള്ളൂ, സത്യത്തിന് മാറ്റമൊന്നുമില്ല. സത്യവും നീതിയുമൊക്കെ അത് അള്ളാഹു നിർണയിച്ചതാണ്, അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അതിൻ്റെ അപ്പുറം അത് വിധിക്കാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ വിധിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ട് എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ അതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ പങ്കാളിയാക്കൽ. അതാണ്. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ വിധിയാണ് ശരി എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുശ്രിക്കാണെന്നർത്ഥം. നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മളത് അംഗീകരിക്കാൻ പാടില്ല. ഒരു സത്യവും നീതിയൊക്കെ അള്ളാഹു തീരുമാനിക്കലാണ്. അത് ഇവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷവും അല്ലെങ്കിൽ ജനങ്ങളുടെ ഭൂരിപക്ഷവും തീരുമാനിച്ചത് കൊണ്ട് ഒരു സത്യവും സത്യമല്ലാതാവുകയില്ല, ഒരു അസത്യവും സത്യവുമാവുകയില്ല. അതങ്ങനൊക്കെ നീ വിചാരിക്കുമ്പോൾ യുദുല്ലൂക അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അന്നെ തെറ്റിക്കും. പിന്നെ ഉള്ളതൊക്കെ എന്താ വെച്ചാൽ അള്ളാഹുടെ മാർഗത്തിൽ തെറ്റിയാനൊക്കെ ഉള്ളത് ശൈത്താൻ്റെ മാർഗമാണ്. അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും, പേരതിനും ചിലപ്പോൾ അള്ളാഹുടെ മാർഗം എന്നൊക്കെ തന്നെ ആവും. പക്ഷേ ഈ ഖുർആനും ഈ റസൂലും കാണിച്ചു തരുന്ന മാർഗത്തിൻ്റെ അപ്പുറമുള്ളത് ഏത് പേരിൽ എങ്ങനെ അറിയപ്പെട്ടാലും അത് അള്ളാഹുവിൻ്റെ മാർഗമല്ല, അത് ശൈത്താൻ്റെ മാർഗമാണ്. അവർ ഈ യത്തബിഊന ഇല്ല വന്നിനെ അല്ലാതെ അവർ പിന്തുടരുന്നില്ല. ഭാവനയെ പിന്തുടരുക, ദിവാസ്വപ്നങ്ങളെ പിന്തുടരുക. അവരുടെ പിന്തുടർന്ന യാഥാർത്ഥ്യങ്ങളോ പ്രമാണങ്ങളോ യുക്തിയോ ഒന്നുമല്ല, ഭാവനയാണ്. ഭാവനയിൽ എന്തു ആകാം. പണ്ടൊരാൾ ചോദിച്ചില്ലേ, ഒരു സങ്കല്പത്തിൽ പിയ്യാവുമ്പോൾ എന്തിനാണ് രാജകുമാരനാകണമെന്ന് എനിക്ക് രാജാവന്നെ ഉണ്ടായിക്കൂടെ എന്നതുപോലെ ഭാവനക്ക് അങ്ങനെയൊന്നുമില്ല, എന്തു ആവാം. ഭാവനയിൽ അവരിങ്ങനെ വിഹരിക്കുകയാണ്. ഇൻഹും ഇല്ലാ യഹ്റുസൂൻ, അവർ മതിക്കുകയാണ്. ഈ മതിക്കുക ഖറസ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മാവ് പൂക്കുമ്പോൾ മാവ് കരാറെടുക്കുമല്ലോ. എന്താ ഈ മാവിൻ്റെ പൂവുകളൊക്കെ വിരിയും, അതൊന്നും കൊഴിഞ്ഞു പോവില്ല, അതൊക്കെ മൂക്കും, ആ വിൽക്കണ കാലത്ത് നല്ല വില ഉണ്ടാവും, അങ്ങനെ നമുക്ക് നല്ല ലാഭം കിട്ടും. ഇതാ ഈ ഖറസ. അതായത് നമുക്ക് അനുകൂലമായ സംഗതികളൊക്കെ നമ്മളോട് ചേർത്ത് വെച്ചിട്ട് നമ്മളങ്ങനെ മതിപ്പുണ്ടാക്കുക. ഇതാണ് ഇവർ ചെയ്യുന്നത്. അവർ ഈ വിചാരിക്കുന്ന മാതിരി അവരുടെ ഈ ഭാവനയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും, അങ്ങനെ സുഖജീവിതമുണ്ടാകും, ലോകം അങ്ങനെ സുഖത്തിൽ ആറാടും, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് അവർ സ്വപ്നം കാണുന്ന ദിവാസ്വപ്നത്തിൽ മാത്രം അങ്ങനെ രമിച്ചിട്ട് കഴിയുന്നതിനാണ് ഇൻഹുമില്ല യഹ്റുസു എന്ന് പറയുക. അതാണ് ഖറസ എന്ന് പറയുക. അതാണ് മതിപ്പ്. അവരെ കുറിച്ചിട്ടുള്ള ആ ഒരു മതിപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിന് വരാവുന്ന മറ്റ് പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ ഒന്നും അവരുടെ ഈ കണക്കൂട്ടലിൽ വരില്ല. പല കച്ചവടങ്ങളും ആൾക്കാർ തുടങ്ങുന്നത് അങ്ങനെയാണ്, വിറ്റന്നാ പൂട്ടി പോകുന്നതും അങ്ങനെ അല്ലേ. വെറും ഈ കിട്ടുന്ന ലാഭത്തിൻ്റെ കാര്യം മാത്രമൊക്കെ കണക്കൂട്ടി പ്രതിസന്ധികളെ ഒന്നും മുന്നിൽ കാണാതെ അവരങ്ങ് തുടങ്ങും. അത് 3-4 ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് പൂട്ടിപ്പോകും. അതിനാലും കോടികളും ലക്ഷങ്ങളും ഒക്കെ മുടക്കിയിട്ട് വലിയ സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പാപ്പരാകും.
ഇത് ഈ ഖറസയാണ്. ഇതൊക്കെ ഈ യഹ്റുസൂലിൽ പെട്ടതാണ്. അതാണ് ഇവരും ചെയ്യുന്നത് എന്ന്. അതേ അവർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ യുക്തിയുടെ പിന്നാലെയോ പ്രമാണങ്ങളുടെ പിന്നാലെയോ യാഥാർത്ഥ്യത്തിൻ്റെ പിന്നാലെയോ ഒന്നും അവർ പോയിട്ടില്ല. ഇന്ന റബ്ബക്ക, നിശ്ചയമായും നിന്റെ റബ്ബ്, ഹുവ ആലമു, അവനെ ഏറ്റവും നന്നായി അറിയുന്നവനാണ്, മൻ യളില്ലു അൻ സബീലി, അവൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നവൻ ആരാണെന്നും എവിടുക്കാ പോകുന്നൊക്കെ ശരിക്ക് അള്ളാഹുവിന് നന്നായി അറിയാം. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, അള്ളാഹു കാണിച്ചു തന്ന ഈ മാർഗത്തിൽ ചരിക്കുന്നവരെയും അവന് നന്നായി അറിയാം. കാരണം അത് അറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹു പ്രപഞ്ചത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ മുറക്ക് നടക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചാലും അംഗീകരിച്ചാലും ഇതൊന്നും അള്ളാഹുവിനെ ബാധിക്കുന്ന വിഷയമല്ല, അത് നമ്മളെ തന്നെയേ ബാധിക്കുള്ളൂ. ആ വിഷയം അവിടെ പറഞ്ഞുകൊണ്ട് ഇനി ഇനി പറയാൻ പോകുന്ന വിഷയം എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഇനി നിങ്ങളെ ജീവിതം ഇബാദത്താക്കുക എന്നുള്ളതാണ്. അതാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിനെ ഇലാഹാക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇനി ഇവിടെ നിന്നുള്ളത് ഒരു 140 വരെയുള്ള ആയത്തുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. അതിലാദ്യം തന്നെ പറയുന്നത് തീറ്റനെ കുറിച്ചാണ്. തീറ്റ എങ്ങനെ അള്ളാഹുവിനുള്ള ഇബാദത്താക്കുക എന്നുള്ളതാണ്. തീറ്റയും കൂടിയൊക്കെ എങ്ങനെ അള്ളാഹുവിനുള്ള ഇബാദത്താക്കുക. അതുകൊണ്ട് ഫക്കുലു, അതിനാൽ നിങ്ങൾ തിന്നുക, മിമ്മാ ദുക്കിറസ്മുല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ടതാണ് തിന്നേണ്ടത്. ഉച്ചരിക്കപ്പെടാത്ത നാമം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേര് ഉച്ചരിക്കപ്പെട്ടത്, അതായത് ഇത് അറുക്കുമ്പോൾ പറയാന്നുള്ളത് മാത്രമല്ല. ഇപ്പം മുഹയ്യദ്ദീൻ ഷെയ്ഖിന് ഒരു സാധനം നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് അറക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാലും അത് മുഹയ്യദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഉച്ചരിക്കപ്പെട്ടതാണ്. സുലൈമാൻ നബിക്ക് കോഴി നെയ്യത്താക്കിയിട്ട് അത് അറക്കുമ്പോൾ, അതായത് അതൊന്നും അതൊന്നും തിന്നാൻ പാടില്ലാത്ത സാധനങ്ങളാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ അതാണ് ദക്കറ എന്ന് പറയുന്നത്. ദബഹ എന്ന് പറയുന്ന വാക്കല്ല ഉപയോഗിക്കണമെന്നാണ്. ദബഹ എന്ന് പറയുമ്പോൾ നമ്മൾ അറുക്കുക. ദുഃഖിറ എന്ന് പറഞ്ഞാൽ അത് ഓർക്കുകയും പറയുകയും അറുക്കും ഒക്കെ ചെയ്യുന്നൊരു പ്രക്രിയ, ഒക്കെ കൂടി ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അള്ളാഹുവിന് വേണ്ടി അറിയപ്പെട്ടതായിരിക്കണം, അള്ളാഹുവിൻ്റെ പേര് ഓർക്കപ്പെട്ടതായിരിക്കണം, അള്ളാഹുവിൻ്റെ പേര് പറയപ്പെട്ടതായിരിക്കണം. മുഹയ്യദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ പറയപ്പെട്ട് പ്രസിദ്ധമായ ഉള്ളാളത്തെ സംഗതി പ്രസിദ്ധമായ സാധനം പിന്നെ അറക്കുമ്പോൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും അതിൽ കാര്യമില്ല. കാരണം അതൊക്കെ വേറെ കാറ്റഗറിയിൽ പോയി. അതുകൊണ്ട് തിന്നുമ്പോൾ ശ്രദ്ധിക്കണം, ഏതാ തിന്നണത്, ആർക്ക് നെയ്യത്താക്കിയതാണ്, ഏത് വിഗ്രഹത്തിൻ്റെ മുകളിൽ, ഏത് യാറത്തിൻ്റെ മുകളിൽ വെച്ച ചോറാണ്. ഇതൊക്കെ വിഷയമുണ്ട്. ഇതൊക്കെ തിന്നുമ്പോൾ ശ്രദ്ധിക്കണം. തീറ്റ അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന് കൂടി പഠിപ്പിക്കാൻ നമ്മളെ. അതായത് കിട്ടിയതൊക്കെ അങ്ങോട്ട് മഞ്ഞ വിരിഞ്ചാന്ന് വിചാരിച്ചിട്ട് കിട്ടിയതൊക്കെ വെച്ച് വെട്ടി കീറണ്ടാണ്. അങ്ങനെയൊക്കെ ഇതൊക്കെ ഇതിലുള്ള സംഗതികളാണ്. ഖുർആൻ പറയാം, തീറ്റ ഇബാദത്തായി മാറും, തീറ്റ യളില്ലു അൻ സബീലു ആയി മാറും, അള്ളാഹുവിൻ്റെ മാർഗം അല്ലാതായി മാറും. ഫകുലൂ മിമ്മാ ദുക്കിറസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ പേർ പറയപ്പെട്ടത്, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ അതേ തിന്നാവൂ. ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ ബി ആയാത്തിഹി, ഈ ഖുർആൻ്റെ ആയത്തുകൾ നിങ്ങൾ മുഅ്മിനീൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ തീറ്റയിൽ തുടങ്ങണം നിങ്ങളുടെ അള്ളാഹുവിനുള്ള ഇബാദത്ത്. ഇതാണ് ഇനി ഇവിടുന്ന് 140 വരെ ആയത്ത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എങ്ങനെ നമ്മളുടെ ദൈനംദിന ജീവിതം, നമ്മളുടെ സാധാരണ ജീവിതം അള്ളാഹുവിനുള്ള ഇബാദത്താക്കി മാറ്റുക എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. നമുക്ക് നിർത്താം. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.